നിലവിലെ ഇന്ത്യ സാഹചര്യത്തിൽ BJP-നെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ ഭരണം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതും. ഈ തമ്മിത്തല്ലും നേതാക്കന്മാർക്കിടയിലുള്ള കുത്തിത്തിരിപ്പും ഒക്കെ തന്നെയല്ലേ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇപ്പോൾ ഒന്നുമല്ലാണ്ടാക്കിയിരിക്കുന്നത്. ഒരു പാർലമെന്റ് ഇലക്ഷൻ വരുമ്പോൾ മാത്രം ഭാവി പ്രധാനമന്ത്രി എന്നും പറഞ്ഞ് രാഹുൽ ഗാന്ധി വരുന്നു, ഒരു സഖ്യം രൂപീകരിക്കുന്നു, ഈ പലയിടത്തു നിന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കൂട്ടത്തിൽ നിർത്തുന്നു. അത് കഴിഞ്ഞിട്ട് അത് പാർലമെന്റ് ഇലക്ഷൻ മാറി നിയമസഭാ ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് അവർ തമ്മിൽ തല്ലാകുന്നു, പിരിയുന്നു. ഇങ്ങനെ ഒരു രീതിക്ക് ഇന്ത്യയിൽ രാഷ്ട്രീയം കൊണ്ടുപോയ എന്നെങ്കിലും BJP-നെ ഇവിടെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പം DMK തോറ്റതിന് തൊട്ട് പിന്നാലെ കോൺഗ്രസ് MLA-മാരെല്ലാവരും കൂടെ നേരെ മറുകണ്ഠം ചാടി TVK-യിൽ ചേർന്നിരിക്കുകയാണ്. വർഷങ്ങൾ കൊണ്ട് അവർക്ക് ഒരു മന്ത്രി സ്ഥാനം കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം എത്രത്തോളമാണ് ഇവർ അധികാരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തമായിട്ട് കൊണ്ടുപോയി നടന്നത് എന്നുള്ളത്. 34 MLA-മാര് ADMK-യിൽ നിന്ന് വിജയ്ക്ക് അനുകൂലമായിട്ട് നിൽക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. രേഷ്മ, 4 സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യയിൽ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ആസാം, ബംഗാൾ, തമിഴ്നാട്, കേരള. അതിൻ്റെ അകത്ത് കേരളത്തിൽ മാത്രമാണ് കോൺഗ്രസിന് ഒരു നേട്ടം കൊയ്യാനായത്, ഭരണം പിടിച്ചെടുക്കാനായത്. ബംഗാളിൽ മമതാ ബാനർജി തോറ്റു, ആസാമിൽ BJP പിടിച്ചെടുത്തു, തമിഴ്നാട്ടിൽ TVK വിജയ് ഭരണം പിടിച്ചെടുത്തു, കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ നിലത്ത് വീണു. അപ്പം തമിഴ്നാട് രാഷ്ട്രീയം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ DMK ആയിട്ട് സഖ്യത്തിലാണ് കോൺഗ്രസ് ഇത്രയും നാളും മത്സരിച്ചത്. അതിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും. ഇപ്പം DMK തോറ്റതിന് തൊട്ട് പിന്നാലെ കോൺഗ്രസ് MLA-മാരെല്ലാവരും കൂടെ നേരെ മറുകണ്ഠം ചാടി TVK-യിൽ ചേർന്നിരിക്കുകയാണ്. അത് നമ്മുടെ നാഷണൽ പൊളിറ്റിക്സ് എടുത്ത് നോക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിനും 10 വർഷമായിട്ട് ഭാവി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് നടക്കുന്ന രാഹുൽ ഗാന്ധിക്കും ഒരു തിരിച്ചടിയായില്ലേ? തീർച്ചയായിട്ടും തിരിച്ചടിയായി. കാരണം രാഹുൽ ഗാന്ധി ഈ ഒരു നമ്മൾ കണ്ടതാണ് സത്യപ്രതിജ്ഞാ സമയത്ത് വിജയ്ക്കൊപ്പം നിൽക്കുന്നത്. അതിനു മുമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചാരണ വേളയിൽ DMK-ക്കൊപ്പം വലിയ രീതിയിലുള്ള ഒരു പ്രചാരണ സമയത്തൊക്കെ സ്റ്റേജിൽ ഈ സ്റ്റാലിനൊപ്പം കണ്ട രാഹുൽ ഗാന്ധിയാണ്. റിസൾട്ട് രാഹുൽ ഗാന്ധി മാത്രമല്ല, മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവരുണ്ട്, അവരും വന്നിരുന്നു. കാരണം ഈ കോൺഗ്രസും DMK-യും ADMK-യും കൂടിയൊക്കെ ഒരുമിച്ചാണല്ലോ നിൽക്കുന്നത്. അപ്പം ആ ഒരു വേദിയിൽ എല്ലാവരും വന്നിരുന്നു, മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, അങ്ങനെ അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രചാരണ വേളയൊക്കെ ആയിരുന്നു നടന്നത്. പക്ഷേ വിജയിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് നമ്മൾ കണ്ടത് ആ വിജയുടെ വേദിയിൽ രാഹുൽ ഗാന്ധിയൊക്കെയാണ്. അപ്പം അതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കാര്യങ്ങളുണ്ട്. അതായത് DMK ADMK എന്ന് പറയുമ്പോഴത്തേക്കും DMK ഭരണത്തിൽ വരുന്നത് 2021-ലാണ്. 21 തൊട്ട് ആണ് DMK ഭരണത്തിൽ വരുന്നത്. പക്ഷേ അതിനു മുമ്പ് 10 വർഷം ഭരിച്ചിരുന്നത് ADMK ആയിരുന്നു. അപ്പം മാറി മാറി വരുന്ന ഭരണമായിരുന്നു. അപ്പം ആ 2 പേരല്ലാതെ മറ്റാരും അവിടെ ഭരണത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഇതിനിടയിൽ കോൺഗ്രസിനെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള മന്ത്രിസ്ഥാനങ്ങളോ അല്ലെങ്കിൽ അവർക്കൊരു മുന്നേറ്റമോ ഒന്നും വലിയ രീതിയിൽ ഈ DMK-യും ADMK-യും തന്നെ നടത്തിയിട്ടില്ല. അതുകൊണ്ട് വിജയ് ജയിച്ചു കഴിഞ്ഞിട്ടും വിജയ്ക്ക് കുറച്ച് MLA-മാരുടെ ഈ സപ്പോർട്ടും കൂടി വേണമായിരുന്നു, അവരുടെ എണ്ണവും കൂടി വേണമായിരുന്നു, എങ്കിൽ മാത്രമേ ഭരണം പിടിച്ചെടുക്കാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പം വിജയ് എന്ത് ചെയ്തു? വിജയ് മറ്റ് MLA-മാർ ആരൊക്കെ ഉണ്ടെന്ന് അന്വേഷിച്ചപ്പോഴത്തേക്കും കോൺഗ്രസിൽ നിന്ന് കുറച്ച് MLA-മാര് വിജയെ സപ്പോർട്ട് ചെയ്യാൻ വന്നു, CPM-ൽ നിന്ന് വന്നു. അങ്ങനെ ആ ഒരു രീതിയിലേക്ക് പോയപ്പോഴത്തേക്ക് ഭരണം വിജയുടെ കയ്യിലെത്തി. അങ്ങനെയാണ് കോൺഗ്രസ് വിജയ്ക്കൊപ്പം നിന്ന് സപ്പോർട്ട് ചെയ്ത്, അതായത് 5 സീറ്റുകളായിരുന്നു കോൺഗ്രസിന്റെ വിജയ്ക്ക് കിട്ടിയത്. അങ്ങനെ വിജയ് അധികാരത്തിലേറിയപ്പോൾ പൂർണ്ണമായിട്ടും കോൺഗ്രസ് എല്ലാം വിജയ്ക്കൊപ്പം നിൽക്കുന്നു എന്നുള്ള രീതിയിലേക്ക് വന്നു. ADMK ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുമായിട്ടുള്ള സഖ്യങ്ങൾ വിട്ടു എന്നുള്ള ഒരു കാര്യമൊക്കെ പുറത്തു വന്നു. പിന്നീട് നമ്മൾ കണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണൊക്കെ രാഹുൽ ഗാന്ധി വിജയ് നിൽക്കുന്നതാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ DMK-യും ADMK-യും ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. അതിൽ ഷൺമുഖം എന്ന് പറയുന്ന ഒരു പുള്ളി വന്നിട്ട് മാധ്യമപ്രവർത്തകരോട് പറയുകയാണ്, ADMK ഇനി ഞങ്ങൾ, അതായത് അവിടുന്ന് 32 MLA-മാരാണ് മാറുന്നത്, 34 MLA-മാര് ADMK-യിൽ നിന്ന് വിജയ്ക്ക് അനുകൂലമായിട്ട് നിൽക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, അതായത് DMK നിന്ന് ഞങ്ങൾ നിന്നപ്പോൾ ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങൾ വിചാരിച്ച രീതിയിൽ ഞങ്ങൾക്കൊരു മന്ത്രിസഭയിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വലിയ രീതിയിൽ ഞങ്ങൾക്ക് കയറാൻ കഴിഞ്ഞില്ല. അപ്പം അതുമാത്രമല്ല, ഞങ്ങൾ ഭരണത്തിൽ വരുന്ന സമയത്ത് അവർ ഞങ്ങളെ അനുകൂലിച്ചില്ല, പിന്നെ എന്തിന് ഞങ്ങൾ അവർക്കൊപ്പം നിൽക്കണം. അതുകൊണ്ട് അത്തരം എതിർപ്പുകൾ പണ്ട് തൊട്ടേ ADMK-യിലും DMK-യിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് വിജയ് ഇനിയിപ്പോൾ പുതിയ രാഷ്ട്രീയ അല്ലെങ്കിൽ വിജയ് പുതിയ അധികാരം ഏറ്റ് വന്നതോടെ ഇനി ഞങ്ങൾ വിജയ്ക്കൊപ്പം നിൽക്കുകയാണ്, ഞങ്ങൾക്ക് അവിടെ ഒരു പ്രതീക്ഷ ഉണ്ടെന്ന് പറഞ്ഞിട്ട്
വെച്ചിട്ടാണ് ആ ADMK അങ്ങോട്ട് അല്ലെങ്കിൽ ഇത്ര MLA-മാരെ മുൻനിർത്തിക്കൊണ്ട് അവരങ്ങോട്ടേക്ക് മാറുന്നത്. ഇനി ഇവിടെ തന്നെ കോൺഗ്രസിന്റെ ഒരു കാര്യം പറയാം. കോൺഗ്രസ് വെറുതെ സീറ്റ് അല്ലെങ്കിൽ വെറുതെ വിജയെ പിന്തുണച്ച് പോയതല്ല. അവിടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ADMK-യും DMK-യും മാറി മാറി ഭരിച്ചിരുന്ന കാലത്ത് ഒരിക്കൽ പോലും കോൺഗ്രസിനൊരു മന്ത്രിസ്ഥാനം കൊടുത്തിരുന്നില്ല. അപ്പൊ വിജയ് പറഞ്ഞു നിങ്ങൾക്ക് മന്ത്രിസ്ഥാനം തരാം. അപ്പം ആ തരാം എന്ന് പറഞ്ഞ വാക്കിന്റെ മേലാണ് കോൺഗ്രസ് MLA-മാര് അങ്ങോട്ടേക്ക് മാറുന്നത്. അതായത് വർഷങ്ങൾ കൊണ്ട് അവർക്ക് ഒരു മന്ത്രി സ്ഥാനം കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം എത്രത്തോളമാണ് ഇവർ അധികാരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തമായിട്ട് കൊണ്ടുപോയി നടന്നത് എന്നുള്ളത്. ഇപ്പോൾ ADMK അതിന് അതേപോലെ തന്നെ അനുകൂലിച്ച്, അതായത് മന്ത്രി കസേരകൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വിജയ് അനുകൂലിച്ച് രംഗത്തെത്തുകയാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ DMK ഒറ്റപ്പെട്ടു കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 10 വർഷം ADMK ഭരിക്കുന്നു. 2021 സ്റ്റാലിന്റെ മുന്നിൽ അവർ പരാജയപ്പെട്ടു. സ്റ്റാലിൻ സർക്കാർ DMK ഭരണത്തിൽ വരുന്നു. ഇപ്പോൾ മൂന്നാമത്തെ, അതായത് ഈ 2026 നിയമസഭാ ഇലക്ഷൻ വരുമ്പോഴത്തേക്കും അവിടെ മുഖ്യമന്ത്രിയായിട്ട് അധികാരം ഏറ്റുകൊണ്ട് TVK ഒരു അധികാരം ഉറപ്പിക്കുന്നു. അപ്പൊ അങ്ങനെയായിരുന്നു ആ ഒരു നീക്കുപോക്കുകൾ എന്ന് പറയുന്നത്. അത് സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ്. ഇപ്പം രേഷ്മ പറഞ്ഞതുപോലെ ഇപ്പം കോൺഗ്രസിന് മന്ത്രിസ്ഥാനം കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരിപ്പം നേരെ മറുകണ്ഠം ചാടി ഇപ്പം TVK-യിൽ ചേർന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് ഒരിക്കലും ഇവിടെ ഒരു സ്റ്റേറ്റ് പിടിച്ചെടുക്കാനോ അല്ല ഒരു സ്റ്റേറ്റിൽ ഒരു മന്ത്രിസ്ഥാനത്തിനോ വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല നിലവിലെ ഇന്ത്യയിലെ സാഹചര്യത്തിൽ. ഇന്ത്യ സാഹചര്യത്തിൽ BJP-നെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ ഭരണം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷെ അതിന് പകരം ഇപ്പം ഇന്ത്യ സഖ്യം നടക്കുന്ന സമയത്ത് നമുക്കറിയാം സ്റ്റാലിൻ ആയിരുന്നു അതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് ഒരു കക്ഷി എന്ന നിലയിൽ നിന്നുകൊണ്ടിരുന്നത്. ഇവിടെ ഇപ്പം തമിഴ്നാട്ടിലെ 1-2 മന്ത്രിമാർക്ക് വേണ്ടിയിട്ട് കോൺഗ്രസ് നേരെ TVK-യിലേക്ക് ചെല്ലുമ്പോൾ അത് നാഷണൽ പൊളിറ്റിക്സിൽ BJP-ക്ക് എതിരെ നിൽക്കുന്ന കോൺഗ്രസിന് അത് വലിയൊരു തരത്തിൽ പുറകോട്ടടിക്കില്ലേ അതിന്? BJP-യെ അല്ലെങ്കിൽ BJP-ക്കുള്ള സീറ്റുകൾ കുറയ്ക്കുക എന്ന് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന് ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം ഈ ഇന്ത്യ സഖ്യം എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ കോൺഗ്രസ് മാത്രമല്ല, ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ DMK-യുടെ സ്റ്റാലിൻ അവിടെ ഒരു മുൻതൂക്കം ഉള്ളതുപോലെ തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർ അതിനു വേണ്ടിയിട്ട് നിന്നത്. പക്ഷെ അവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനെ പലപ്പോഴായിട്ട് ഇത്തരം സഖ്യങ്ങൾ ചേരുമ്പോൾ കോൺഗ്രസിനെ അവർ ഉയർത്തുന്നില്ല. അതായത് അവിടെ ഒരു അടി ഉണ്ടാവുകയാണ്. അല്ലെങ്കിൽ അവരുടെ ഇപ്പം DMK-ക്ക് ഒരു അധികാരം വരണം, അതിന്റെ കീഴിൽ കോൺഗ്രസ് വരണം എന്ന് ആഗ്രഹിക്കുന്നത് പോലെ തന്നെയാണ് പല പാർട്ടികളും ഇതിനെ നോക്കിക്കാണുന്നത്. അതുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി അതുപോലെ തന്നെ ഈ അരവിന്ദ് കെജ്രിവാൾ ഒക്കെ ഈ രീതിയിലൊക്കെ രംഗത്തേക്ക് വരുമ്പോഴത്തേക്കും വീണ്ടും അവിടെ ഒരു അടിയും പ്രശ്നമായിട്ട് കോൺഗ്രസിന്റെ സീറ്റ് നിലകൾ വിഭജിച്ചു പോകുന്നത്. അപ്പോൾ അവിടെ BJP-യും RSS-ഉം എല്ലാം ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അവർക്കൊരു മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട്. ആ ഒരു കാരണം കൊണ്ടാണ് അവർക്ക് പല തവണയും ഈ സീറ്റുകൾ കിട്ടാതെ പോകുന്നത്. എന്തായാലും കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ ഇത്തവണ ഇവരുടെ ഭരണ മികവ് അല്ലെങ്കിൽ UDF വരണമെന്ന് ആഗ്രഹിച്ച് കുത്തിയവർ മാത്രമല്ല, അങ്ങനെ കുത്തിയത് കൊണ്ട് മാത്രം അവർ ജയിച്ചെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഒരു ഭരണമാറ്റം ആവശ്യമാണെന്ന് പലർക്കും തോന്നി. നിലവിലല്ല പിണറായി സർക്കാരിന്റെ ഭരണത്തോട് ഒരു ജനവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ പറയുന്ന UDF-ന് ഒരു വിജയം കാണാൻ സാധിച്ചത് എന്നുള്ളത്. കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരം തീർച്ചയായിട്ടും ഉണ്ട്. 10 വർഷം ഭരിച്ച പിണറായി വിജയൻ ഗവൺമെന്റിനിടയിലും അതുപോലെ തന്നെ LDF സർക്കാർ പാർട്ടിയുടെ നയങ്ങൾക്കെതിരെയൊക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട്. അതുകൊണ്ടിട്ട് മാത്രമാണ് ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് ജയിച്ചു കയറിയത്. പക്ഷേ ഇപ്പൊ ജയിച്ചു കയറി കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ കേരളത്തിലെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. ഇപ്പോഴും നേതാക്കന്മാർ കിടന്ന് തമ്മിത്തല്ലി ഇടിയും വെച്ച് ഇന്നിപ്പം പ്രഖ്യാപിക്കുമെന്നാണ് പറയുന്നത്. ഇന്നും പ്രഖ്യാപിക്കുമെന്ന് നമുക്ക് സംശയമാണ്. ഈ തമ്മിത്തല്ലും നേതാക്കന്മാർക്കിടയിലുള്ള കുത്തിത്തിരിപ്പും ഒക്കെ തന്നെയല്ലേ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇപ്പൊ ഒന്നും അല്ലാണ്ടാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ആ ഒരു തമ്മിത്തല്ല് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു നീക്കത്തിലേക്ക്. അത് ബുദ്ധിപൂർവം BJP കുറെ കാര്യങ്ങൾ നടത്തി BJP അത് നേടിയെടുത്തു എന്നുള്ളതാണ്. കാരണം BJP അത് മനസ്സിലാക്കി, ഇവർ അടിയിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവരാം അല്ലെങ്കിൽ സീറ്റുകൾ എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ അങ്ങനെ ആവണം എന്നില്ല. നമുക്കറിയാം വോട്ട് ലിസ്റ്റിൽ എങ്ങനെയൊക്കെയാണ് കള്ളത്തരങ്ങൾ BJP കാണിച്ചിട്ടുള്ളത്. ഇപ്പൊ പോലും ബംഗാളിൽ എന്താണ് നടന്നത് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. കാരണം പല മാധ്യമങ്ങളിലും അതിന്റെ
റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പുറത്തു വരുന്നുണ്ട്. അങ്ങനെ BJP മൊത്തത്തിൽ പിടിച്ചെടുത്തത് ഈ ഒരു അടിപിടി കൊണ്ടാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം BJP നടത്തുന്ന കളത്തരങ്ങൾ ഒരുപാടുണ്ട്. നമ്മളത് പലതവണ കണ്ടിട്ടുള്ളതാണ്. എന്തിനേറെ പറയുന്നു, ഈ രാഹുൽ ഗാന്ധി ഒരു ലിസ്റ്റ് കൊണ്ടുവന്നതിൽ ചോദ്യം അത് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോലും BJPക്ക് മടിയായിരുന്നു. BJP അത്തരം കാര്യങ്ങളോട് സംസാരിക്കാതെയാണ് ഇരുന്നത്. കാരണം മോദിക്കൊന്നും അത്തരം കാര്യങ്ങളിൽ മറുപടി ഒന്നും തന്നെ ഇല്ല. ഒരാളുടെ വോട്ട് ഒരാൾ രേഖപ്പെടുത്തുമ്പോൾ അയാളുടെ പേരിൽ തന്നെ 4ഉം 5ഉം വോട്ടുകളാണ് BJPക്ക് പോകുന്നത്. അപ്പോൾ അത്തരം ക്രമക്കേടുകൾ ഒരുപാട് BJP നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഭരണം പിടിച്ചെടുത്തു എന്നുള്ളതാണ്. ഒരു കറക്റ്റ് രീതിയിലാണ് എന്നുണ്ടെങ്കിൽ ടൈറ്റിന് നിന്നാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസ് വന്നില്ലെങ്കിൽ പോലും പലയിടത്തും മറ്റു പല പാർട്ടികളും വരാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഇത്തരം നീക്കങ്ങൾ, കള്ളത്തരങ്ങൾ ഒരുപാട് BJP ചെയ്തു. അതുകൊണ്ടാണ് BJPക്ക് വലിയൊരു വിജയം ഉണ്ടായത്. ഇപ്പൊ രേഷ്മ പറഞ്ഞ പോലെ തന്നെ BJP ഇപ്പം കള്ളത്തരം ചെയ്തോ ചെയ്തില്ലേ അതൊക്കെ രണ്ടാമത്തെ കാര്യം. BJP ആണ് ഇപ്പം ഇന്ത്യയിൽ പലയിടത്തും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പം സ്റ്റേറ്റ് ആണെങ്കിലും സെൻട്രൽ ഇപ്പോൾ അവരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പല സ്റ്റേറ്റുകളും ഇപ്പം വീണ്ടും പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു പാർലമെന്റ് ഇലക്ഷൻ വരുമ്പോൾ മാത്രം ഭാവി പ്രധാനമന്ത്രി എന്നും പറഞ്ഞ് രാഹുൽ ഗാന്ധി വരുന്നു, ഒരു സഖ്യം രൂപീകരിക്കുന്നു, ഈ പലയിടത്തു നിന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കൂട്ടത്തിൽ നിർത്തുന്നു. അത് കഴിഞ്ഞിട്ട് അതിപ്പം പാർലമെന്റ് ഇലക്ഷൻ മാറി നിയമസഭാ ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് അവർ തമ്മിൽ തല്ലാകുന്നു, പിരിയുന്നു. ഇങ്ങനെ ഒരു രീതിക്ക് ഇന്ത്യയിലെ രാഷ്ട്രീയം കൊണ്ടുപോയ എന്നെങ്കിലും BJPനെ ഇവിടെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഈ രാഹുൽ ഗാന്ധി പോയി തല്ലുന്നതല്ലല്ലോ, അതിനകത്തുള്ള പ്രവർത്തകരല്ലേ. അപ്പം രാഹുൽ ഗാന്ധി പോയി തല്ലുന്നു എന്നല്ല പറഞ്ഞത്. രാഹുൽ അകത്തുള്ള പ്രവർത്തകർ തല്ലുന്നത് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിലുള്ള പ്രശ്നങ്ങളാണല്ലോ അതിനും കാരണമാകുന്നത്. അതായത് ഇപ്പൊ ഞാൻ ഏറ്റവും അടുത്ത് പറയാം, അതായത് ചിലവർക്ക് അധികാര മോഹങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവര് ചില രീതിയിൽ PR വർക്കുകളൊക്കെ ചെയ്ത് ഓരോ കാര്യങ്ങൾ നീക്കുന്നത് പോലെ തന്നെയാണ്. പക്ഷെ ഇതിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറയുന്നതിനോട് യോജിച്ച് നിൽക്കുന്ന കുറച്ചു പേർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതായത് കൃത്യമായിട്ട് ആ ഒരു കാര്യം പാലിച്ചു പോകുന്നത്.